ചേട്ടാ, ഈ മന്ത്രിസഭയില് മുഖ്യമന്ത്രിയേക്കാൾ കൂടുതൽ രമേശ് ചെന്നിത്തല തിളങ്ങുമോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. കാരണം മന്ത്രിമാരെല്ലാം ഒന്നിനൊന്നും മെച്ചമാണ്. ആരോഗ്യമന്ത്രിയായിട്ടുള്ള മുരളീധരനാണെങ്കിൽ പോലും 10-15 ദിവസം കൊണ്ട് വലിയ മാറ്റമാണ്. ഇപ്പോൾ രമേശ് ചെന്നിത്തലയാണെങ്കിൽ പോലും വലിയ മാറ്റമാണ് ഈ ആഭ്യന്തര വകുപ്പിൽ മാറ്റിയിട്ടുള്ളത്. യഥാർത്ഥത്തിൽ എങ്ങനെ നോക്കി കാണുന്നു? നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പൊ കോൺഗ്രസ്സിൽ നിലവിൽ സജീവ രാഷ്ട്രീയത്തിൽ കോൺഗ്രസ്സിലുള്ളതിൽ കേരളത്തിലെ ഏറ്റവും മുതിർന്ന നേതാവാണ് രമേശ് ചെന്നിത്തല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പ്രവൃത്തി പരിചയം, ജനങ്ങളോടുള്ള ഇടപെടൽ, ഒരു ജനകീയത, ഇതെല്ലാം ഉണ്ട്. കൂടാതെ തന്നെ എല്ലാവരോടും സൗമ്യമായി പെരുമാറുന്ന ആൾ, കൃത്യമായ കാര്യങ്ങൾ പഠിച്ച് പ്രതികരിക്കുന്ന ആൾ, ഇങ്ങനെയുള്ള ഒരു വിശേഷണങ്ങളെല്ലാം നമുക്ക് എല്ലാ കാലത്തും രമേശ് ചെന്നിത്തലയ്ക്ക് കൊടുക്കാൻ പറ്റും. വളരെ ചെറുപ്രായത്തിൽ രാഷ്ട്രീയത്തിൽ വന്ന് 28ാമത്തെ വയസ്സിൽ അത് സാക്ഷാൽ കെ കരുണാകരന്റെ മന്ത്രിസഭയിൽ അംഗമായ ഒരാളാണ് രമേശ് ചെന്നിത്തല. അതുകൊണ്ട് തന്നെ ഒരു മന്ത്രി എങ്ങനെ പ്രവർത്തിക്കണം, മന്ത്രി എങ്ങനെയാണ് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ടതെന്നൊന്ന് ഇത്തരം കാര്യങ്ങളൊന്നും ആരും രമേശ് ചെന്നിത്തലയെ പഠിപ്പിക്കേണ്ട കാര്യമില്ല. കാരണം കൃത്യമായി അറിയാം. നമ്മൾ രമേശ് ചെന്നിത്തല കഴിഞ്ഞ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ ആഭ്യന്തരമന്ത്രിയായി ചുമതലയേറ്റു. ആ സമയത്താണ് ഈ ഓപ്പറേഷൻ കുബേര എന്ന് പറയുന്ന അതിനിർണായകമായ ഒരു നീക്കം അല്ലെങ്കിൽ ഒരു ഓപ്പറേഷൻ കൊണ്ടുവന്നത്. അതുവരെ കേരളത്തിലെ അവസ്ഥ എന്തായിരുന്നു? ഇവിടുത്തെ ബ്ലൈഡ് മാഫിയകൾ 1 ലക്ഷം രൂപ കടം കൊടുക്കുന്നു, 10 ലക്ഷം രൂപ വരെ പലിശയായിട്ട് വാങ്ങുന്നു, എന്നിട്ട് ഈ 1 ലക്ഷം തിരിച്ചു കൊടുത്തില്ല എന്ന് പറഞ്ഞ് ആൾക്കാർ ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്നു, അവരുടെ വീട് പിടിച്ചു പറിക്കുന്നു. ഇതിനൊന്നും ഒരു നിയമവശവും ഇല്ല, ഒരു നിയമവും ഇല്ല. ഈ ബ്ലൈഡ് മാഫിയയുടെ കയ്യിലായിരുന്നു പോലീസും എല്ലാം. ഈ ഓപ്പറേഷൻ കുബേര വന്നപ്പോൾ ഉണ്ടായ മാറ്റം നമ്മൾ കണ്ടതാണ്. കാരണം വലിയ രീതിയിലാണ് ഇവരുടെ ചൂഷണം നിർത്തിയത്, ഈ ബ്ലൈഡ് മാഫിയയുടെ ചൂഷണം നിർത്തിയത്, അവരുടെ എല്ലാം പ്രവർത്തനം നിർത്തി അവര് മാളത്തിൽ ഒളിക്കുന്ന ഘട്ടം വരെ എത്തി. അതേപോലെ തന്നെ കാപ്പ അല്ലെങ്കിൽ ഇപ്പോ പിങ്ക് പോലീസിന്റെ ആദ്യ സംരംഭങ്ങൾ, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ. അതെ, അതാണ് ഞാൻ പറഞ്ഞത്. ജനങ്ങൾക്ക് ഉപയോഗപ്രദമായ മാറ്റം ഒരു വകുപ്പിൽ ഒരു മന്ത്രി എങ്ങനെ കൊണ്ടുവരുന്നു, അതിനനുസരിച്ചാണ് അയാൾ ജനകീയനാവുന്നത്. ആ മാറ്റങ്ങളാണ് കണ്ടത്. കാപ്പ നിയമം എങ്ങനെയാണ് കൃത്യമായി ചുമത്തുന്നത്, എങ്ങനെയാണ് ഈ ഗുണ്ടകളെ അമർച്ച ചെയ്യാൻ കാപ്പ നിയമം എങ്ങനെ കൃത്യമായി ഉപയോഗിക്കാം എന്നെല്ലാം നമ്മൾ ആ സമയത്ത് കണ്ടു. അതുപോലെ പിങ്ക് പോലീസ് നമ്മൾ തമാശയായി പറയാറുണ്ട്, ഒരു വാഹനത്തിൽ കുറച്ച് വനിതാ പോലീസുകാർ കറങ്ങി നടക്കുകയാണെന്ന്. പക്ഷെ അവർ ഈ സമൂഹത്തിൽ ഉണ്ടാക്കുന്ന ഒരു മാറ്റമുണ്ട്. കാരണം ഒരു സ്ത്രീക്ക് ഏത് നിമിഷവും എവിടെയും ബസ് കയറാനോ ഏത് രാത്രി ആയാലും ബസ് കയറാൻ നിന്നാലും ഈ ഒരു പിങ്ക് ടീമിന്റെ സർവൈലൻസ് ഉണ്ട് എന്ന് പറയുന്ന ഒരു ധൈര്യമുണ്ട്. ആ ഇടപെടലാണ് അന്ന് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് കൊണ്ടുവന്നത്. നമ്മളിപ്പോ നോക്കുകയാണെങ്കിൽ ഈ മന്ത്രിസഭയുടെ സമയം എടുക്കാം. ഏറ്റവും സീനിയറായ നേതാവായിരുന്നു രമേശ് ചെന്നിത്തല. കഴിഞ്ഞ തവണ 2016 പ്രതിപക്ഷ നേതാവായി. 2021 ഭരണം നേടാൻ കഴിഞ്ഞില്ല. അന്ന് രമേശ് ചെന്നിത്തലയോട് പ്രതിപക്ഷ നേതാവ് സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കാൻ പറഞ്ഞു. കാര്യമായ ഒരു പ്രതിഷേധം ഉണ്ടായില്ല, പരസ്യമായ ഒരു പ്രതികരണം ഉണ്ടായില്ല. അദ്ദേഹം മാറി നിന്നു. ഒരു സാധാരണ MLA ആയി VD സതീശന്റെ പുറകിലത്തെ സീറ്റിലിരുന്നു. കൃത്യമായി പ്രതിപക്ഷത്തിന്റെ റോളിൽ കൃത്യസമയങ്ങളിലെല്ലാം രമേശ് ചെന്നിത്തല സംസാരിച്ചിട്ടുണ്ട്. സർക്കാരിനെ പ്രതിസന്ധിയിലാക്കേണ്ട ഘട്ടങ്ങളിലെല്ലാം ആക്കിയിട്ടുണ്ട്. ഇത്തവണ മന്ത്രിസഭ രൂപീകരണ ചർച്ചകൾ വന്നപ്പോൾ തന്റെ സീനിയാരിറ്റി പരിഗണിക്കണം എന്ന ന്യായമായ ആവശ്യം മാത്രമാണ് രമേശ് ചെന്നിത്തല ഉന്നയിച്ചത്. അപ്പോഴും കോൺഗ്രസ് പാർട്ടി ഒരു തീരുമാനമെടുത്തു, മുഖ്യമന്ത്രിയായി VD സതീശൻ വരട്ടെ, ആഭ്യന്തര വകുപ്പിന്റെ ചുമതല രമേശ് ചെന്നിത്തലയ്ക്ക് നൽകാം. സ്വാഭാവികമായി തനിക്കൊപ്പം നിൽക്കുന്നവരെ കൂടി പരിഗണിക്കണം എന്നൊരു ആവശ്യം ഉന്നയിച്ചതല്ലാതെ പരസ്യമായ ഒരു വിമർശനവും ഇല്ലായിരുന്നു. അല്ല, ഇതിനെല്ലാം അപ്പുറത്തേക്ക് മറ്റൊരു കാര്യമുണ്ട്. ഇപ്പൊ അദ്ദേഹം തുടങ്ങി വെച്ച 1-2 പദ്ധതികളുണ്ട്. ഓപ്പറേഷൻ സീറോ അല്ലെങ്കിൽ ഓപ്പറേഷൻ തൂഫാൻ. ഇതിനകത്ത് ഓപ്പറേഷൻ സീറോ എടുത്തു കഴിഞ്ഞാൽ ആദ്യം തന്നെ സ്വന്തം ഡിപ്പാർട്ട്മെന്റുകൾ നേരെയാക്കുക, സർക്കാർ ഉദ്യോഗസ്ഥരെ നേരെയാക്കുക. ഇപ്പോൾ നമുക്കറിയാം ഇതിനകത്ത് എല്ലാം യൂണിയനുകളുണ്ട്. ഇത് അദ്ദേഹത്തിന് അടിയാകില്ലേ? സ്വന്തം യൂണിയൻ തന്നെ അദ്ദേഹത്തിന് തിരിയാനുള്ള സാധ്യതകളില്ലേ? അല്ല, അത് ഒരു പദ്ധതി നടപ്പിലാക്കുമ്പോൾ എങ്ങനെയാണ് ഒരു മന്ത്രിസഭയിൽ ഒരു മന്ത്രി ഒരു പുതിയ ആശയം മുന്നോട്ട് വയ്ക്കുമ്പോൾ, ഇപ്പോൾ നമ്മൾ ഈ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ ജനപിന്തുണയുള്ള ഒരു സർക്കാരാണ്. അതുകൊണ്ട് തന്നെ യൂണിയനുകളുടെ ഇടപെടലുകൾ ജനങ്ങൾ എങ്ങനെ നോക്കിക്കാണും എന്നുള്ളൊരു ചിന്ത സ്വാഭാവികമായിട്ട് യൂണിയനുകൾക്കും ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഈ വകുപ്പുകളിലെ അഴിമതി ഇല്ലാതാക്കുക, അതുപോലെ തന്നെ വകുപ്പുകളിലെ പ്രവർത്തനം നടത്താതെ അല്ലെങ്കിൽ ഗുണ്ടകൾക്കൊപ്പം നിൽക്കുന്ന പോലീസിനെ അമർച്ച ചെയ്യുക, ഇത്തരം നടപടികളുമായി മുന്നോട്ട് പോകുമ്പോൾ അത് വലിയ രീതിയിൽ പൊതുജന കയ്യടി കിട്ടും. അതുകൊണ്ട് തന്നെ യൂണിയനുകൾക്ക് ഒരു പരിധിക്കപ്പുറം ആഭ്യന്തരമന്ത്രിക്കെതിരെ തിരിഞ്ഞു നിന്ന് സംസാരിക്കാനുള്ള ശേഷി ഉണ്ടാവില്ല. പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ യൂണിയനാണ്. CIT യൂണിയൻ ആയിരിക്കും ശക്തമായ സ്വാധീനം ഉണ്ടാവും. ഒരു ഭരണത്തിന്റെ പുറത്തു നിൽക്കുന്ന സംഘടനയാണ്, പ്രതിപക്ഷ സംഘടന ആയതുകൊണ്ട് തന്നെ കാര്യമായ എതിർപ്പ് ഇതിൽ ഉന്നയിക്കാൻ പറ്റില്ല. കാരണം പൊതുജന വികാരം ഇതിനെതിരാകും എന്നുള്ളതാണ്. ഈ ഓപ്പറേഷൻ തൂഫാൻ നോക്കിയാലും കേരളത്തിൽ കഴിഞ്ഞ 5 വർഷമായിട്ട് എന്താണ് കാണുന്നത്? ഏറ്റവും സുലഭമായി ലഭിക്കുന്ന ഒന്നായി കേരളത്തിൽ മയക്കുമരുന്ന് മാറിയിരിക്കുകയാണ്. പല പോലീസുകാരെ അറസ്റ്റ് ചെയ്യുന്നുണ്ട്. പോലീസുകാർ അത് ഇതിനെല്ലാം ഒത്താശ ചെയ്യുന്ന പോലീസുകാരാണ്. കാരണം അതുകൊണ്ടാണല്ലോ ഈ മയക്കുമരുന്ന് മാഫിയ ബന്ധത്തിൽ ഒരു പോലീസുകാരനെ സസ്പെൻഡ് ചെയ്യേണ്ടി വരുന്നത്. അപ്പൊ അത്രത്തോളം
ആഴത്തിലാണ് ഈ മാഫിയ ഇവിടെ വേരിറങ്ങിയിരിക്കുന്നത്. സ്വന്തം അമ്മയെ വെട്ടിക്കൊല്ലാൻ ഒരു മകന് മടിയില്ലാത്ത രീതിയിൽ മയക്കുമരുന്നിന്റെ ഉപയോഗമുണ്ട്. അത് തടയാനുള്ള ഒരു പദ്ധതിയാണ് ആദ്യമായിട്ട് ആഭ്യന്തരമന്ത്രി എന്നുള്ള നിലയിൽ വന്ന് ഒരു ഉദ്യോഗസ്ഥ തല ചർച്ചകൾ വിളിച്ചു, യോഗം വിളിച്ച് തീരുമാനിച്ചത്. ഇതല്ലേ നമുക്ക് വേണ്ടത്? ഇതാണ് ഒരു ജനകീയ സർക്കാർ ചെയ്യേണ്ടത്. ഈ ഇടപെടലാണ് പറയുന്നത്. നമ്മളെ മുഖ്യമന്ത്രി തന്നെ രമേശ് ചെന്നിത്തലയുടെ പ്രവർത്തനത്തെ കുറിച്ച് പറഞ്ഞ എന്താണ്? നമ്മുടെ ഈ ഇ ഡി റെയ്ഡിന് ശേഷം നടന്ന ഒരു ക്രമസമാധാന സെൻസിബിൾ ആയിട്ട് ഇടപെട്ടു എന്നാണ് പറയുന്നത്. അതെ അതെ, കാരണം കൃത്യമായിട്ടെന്ന് പറഞ്ഞാൽ ഇത് സംസ്ഥാന സർക്കാരിനെയോ പോലീസിനെയോ അറിയിച്ചിട്ടല്ല ഇ പരിശോധന നടത്തിയത്. പക്ഷെ പിണറായി വിജയന്റെ വീട്ടിന്റെ മുന്നിൽ ആളുകൾ കൂടുന്നു, ഒരു ക്രമസമാധാന പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് TV-യിൽ കണ്ട് വാർത്ത കണ്ട് മനസ്സിലാക്കി അവിടേക്ക് പോലീസിനെ വിന്യസിക്കുകയാണ് ആഭ്യന്തരമന്ത്രി ചെയ്തതെന്നുള്ളതാണ്. അതാണ് ഈ രമേശ് ചെന്നിത്തലയുടെ മികവ്. കാരണം അയാളുടെ രാഷ്ട്രീയ പാരമ്പര്യം അതാണ്, അയാളുടെ രാഷ്ട്രീയ പ്രവർത്തന പരിചയം അതാണ്. അവിടെ എന്ത് സംഭവിക്കാൻ പോകുന്നു എന്ന് മുൻകൂട്ടി കാണാൻ കഴിഞ്ഞ ഒരു ഭരണാധികാരിയാണ് രമേശ് ചെന്നിത്തല. അതിന്റെ ഗുണമാണത്. പിന്നെ അതിനുശേഷം നടന്ന ഒരു പാർട്ടി ഓഫീസിനകത്ത് ഇപ്പൊ CPM-ന്റെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി ഓഫീസിനകത്ത് പോലീസ് കയറി ഈ പ്രതികളെ അറസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ വരും ദിവസങ്ങളിൽ ഉണ്ടാകാവുന്ന വലിയ ക്രമസമാധാന പ്രശ്നം ഉണ്ടായിരുന്നത്. കാരണം CPM-ന്റെ ഒരു ഓഫീസിലാണ് കയറിയത്. കേരളത്തിൽ ഇന്നും ഏറ്റവും കൂടുതൽ അണികളും അംഗങ്ങളും ഉള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. തോറ്റുപോയിട്ടുണ്ടാവുക. എന്നിരുന്നാലും ഈ ഒരു പാർട്ടി ഓഫീസിലേക്ക് പോലീസ് കയറുക എന്ന് പറഞ്ഞാൽ വളരെ വൈകാരികമായി CPM പ്രതികരിക്കും. അത് തെരുവിലൊരു പ്രശ്നമാവും. അപ്പോഴും പോലീസ് എന്താണ് ചെയ്തത്? പോലീസിന് കൃത്യമായ നിർദ്ദേശം വന്നു, പിൻവാങ്ങുക, പ്രതികളെ കൃത്യമായി അറസ്റ്റ് ചെയ്യുക. ഇതാണ് ഒരു രാഷ്ട്രീയ മികവെന്ന് പറയുന്നത്. അതെ. പിന്നെ ഇതിനകത്ത് മറ്റൊരു കാര്യം, ഇപ്പോൾ നമുക്കറിയാം പിണറായി വിജയൻ സർക്കാരിന്റെ കാലഘട്ടത്തിലായിരുന്നു പിണറായി വിജയനേക്കാൾ ഏതെങ്കിലും ഒരു മന്ത്രി ഒന്ന് തല പൊക്കിക്കഴിഞ്ഞാൽ അപ്പോഴും വിട്ടുപോകാത്തൊരു കാര്യം ഈ VD സതീശനെ മറ്റൊരു പിണറായി വിജയനായിട്ട് പലരും കാണിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ചില ഇടതുപക്ഷ ഹാൻഡിലുകൾ പറയുന്നത് VD സതീശൻ എന്താണെങ്കിലും രമേശ് ചെന്നിത്തലയെ ഒതുക്കുമെന്ന് പറയുന്ന ചില വാർത്തകളുണ്ട്, അല്ലെങ്കിൽ അത്തരത്തിലൊരു നറേറ്റീവ് സൃഷ്ടിക്കുന്നുണ്ട്. അത് ഇങ്ങനെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. കാരണം രമേശ് ചെന്നിത്തല അത്യാവശ്യം അദ്ദേഹത്തിന് മുഖം മിനുക്കി വരികയാണ്. അല്ല, നമുക്ക് അങ്ങനെ ഒരിക്കലും കരുതാൻ പറ്റില്ല. കാരണം എന്തുകൊണ്ടാണ്? രമേശ് ചെന്നിത്തല വളരെ സീനിയറായ നേതാവാണ്. അത്ര തന്നെ കാര്യങ്ങൾ കൃത്യമായി പഠിച്ച് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു നേതാവുമാണ്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നിർണായകമായ ഇടപെടലുകളാണ് ഹോം മിനിസ്റ്റർ എന്നുള്ള നിലയിൽ പോലീസിലും സേനയിലും അതുപോലെ തന്നെ മറ്റു പൊതുവിഷയങ്ങളിലും രമേശ് ചെന്നിത്തല നടത്തിയ ഈ ഇടപെടലുകളിലൊന്നും മുഖ്യമന്ത്രി ഇടപെട്ടില്ലല്ലോ. മുഖ്യമന്ത്രി എന്താ പറഞ്ഞത്? അത് ആഭ്യന്തര വകുപ്പിന്റെ കാര്യം ആഭ്യന്തര വകുപ്പ് വളരെ കൃത്യമായി ചെയ്തു, മന്ത്രി വളരെ കൃത്യമായി ചെയ്തു. ഇതൊരു സന്ദേശമാണ്. അതായത് ആഭ്യന്തര വകുപ്പ് കൃത്യമായി പ്രവർത്തിക്കുന്നുണ്ട്, ഞാനത് കാണുന്നുണ്ട്, പക്ഷെ ഞാൻ ഇടപെടേണ്ട ആവശ്യമില്ല എന്നുള്ളൊരു സന്ദേശമാണ് മുഖ്യമന്ത്രി കൊടുത്തത്. ശൈലജ ടീച്ചറിന്റെ വെട്ടി ഇവിടെ കാണില്ല. അല്ല, അതുപോലെ വെട്ടുക എന്ന് പറഞ്ഞാൽ ശൈലജ ടീച്ചറിന് ഇപ്പം കോവിഡ് സമയത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ആദ്യം എല്ലാം വാർത്താ സമ്മേളനം നടത്തുന്നതെല്ലാം KK ശൈലജയായിരുന്നു. അത് കഴിഞ്ഞ് പെട്ടെന്നൊരു ദിവസം മുഖ്യമന്ത്രി ഏറ്റെടുത്തു. പിന്നെ അതിന് വേറൊരു മാറ്റം ഉണ്ടായത്, ശൈലജ ടീച്ചർ വാർത്താ സമ്മേളനം നടത്തുമ്പോൾ അതിനൊരു കൃത്യമായ സമയമില്ലായിരുന്നു. അവലോകന യോഗങ്ങൾ നീണ്ടു നിൽക്കുന്നു, ആ സമയം എല്ലാം മാറി. പക്ഷെ മുഖ്യമന്ത്രി ആയിരുന്ന പിണറായി വിജയൻ വാർത്താ സമ്മേളനമായപ്പോൾ അതിനൊരു കൃത്യസമയം വന്നു. 4 മണി, 5 മണി, 6 മണി എന്ന് കൃത്യമായി 6 മണിക്ക് മുഖ്യമന്ത്രി വരുന്നു. ഉറുമ്പിന് തീറ്റ കൊടുക്കണം, കുരങ്ങിന് പുഴം കൊടുക്കണം എന്നെല്ലാം പറഞ്ഞു മലയാളികളെ പറ്റിച്ചു, തുടർ ഭരണം നേടുകയും ചെയ്തു. പക്ഷെ ഇവിടെ വരുമ്പോൾ അതല്ല, ഇത് പാർട്ടി കോൺഗ്രസ് ആണ്. ഈ കോൺഗ്രസിനകത്ത് CPM-ന് മറ്റ് മന്ത്രിമാരെയും മറ്റ് നേതാക്കളെ അടിച്ച് താഴ്ത്തി നിർത്തുന്നത് പോലെ കോൺഗ്രസിനകത്ത് അത് പറ്റില്ല. കാരണം ചിലപ്പോൾ ഒരു ചെറിയ മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ സതീശന് മറ്റു വകുപ്പുകളിലേക്ക് ഇടപെടാൻ പറ്റും, കാരണം പൊതുഭരണം എന്നുള്ള നിലയിൽ. പക്ഷെ ഒരു പരിധിക്കപ്പുറം ഇടപെടൽ കോൺഗ്രസിൽ സാധ്യമല്ല. കാരണം നമ്മൾ പറയുന്നതല്ല, ജനാധിപത്യ പാർട്ടിയാണ്. ഇവിടെ മുഖ്യമന്ത്രിയാവാൻ വേണ്ടിയിട്ട് 3 പേര് മത്സരിച്ചപ്പോൾ അവർക്ക് വേണ്ടി പൊതുനിരത്തിൽ ഫ്ലക്സ് വെച്ച് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മുദ്രാവാക്യം വിളിച്ച് അത് വലിച്ചു കീറിയ അണികളുള്ള പാർട്ടിയാണ്. അതുകൊണ്ട് ഒരു പരിധിക്കപ്പുറം ഇടപെടൽ നടക്കുമെന്ന് എനിക്ക് തോന്നുന്നു. എന്താണെങ്കിലും രമേശ് ചെന്നിത്തല മുഖം മിനുക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്. VD സതീശനേക്കാൾ മുകളിൽ പോകുമോ അതോ VD സതീശൻ വെട്ടുമോ എന്നുള്ളത് നമുക്കിന്ന് കാത്തിരുന്ന് കാണാം.